നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ SUT പട്ടം ഹോസ്പിറ്റലിലെ വാസ്കുലർ എൻഡോവാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ സാധാരണയായി കാണുന്ന ഒരു അസുഖത്തിനെ പറ്റിയും ആസ്പത്രിയിൽ അഡ്മിഷന് ശേഷം ആസ്പത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള അസുഖത്തിനെ പറ്റിയും, അതായത് വെരിക്കോസ് വെയിൻ ആണ് സാധാരണയായി കണ്ടുവരുന്നത്. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന അസുഖം കൂടുതലും ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കാണ് വരുന്നത്. ഇത് രണ്ടും അശുദ്ധ രക്തക്കുഴലിൻ്റെ അസുഖങ്ങളാണ്. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അതിനെപ്പറ്റി അറിയാവുന്നതാണ്. കുറേശ്ശെ കാലിലെ അശുദ്ധ രക്തക്കുഴൽ തടിച്ച് പൊങ്ങി കിടക്കുന്നതാണ്. അത് കൂടുതലായും മുട്ടിൻ്റെ താഴെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുട്ടിൻ്റെ മീതെ ഒരുപക്ഷെ പരിശോധിച്ചാൽ നമുക്കത്ര പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. മുട്ടിന് താഴെ അധികം മസിൽസ് ഉള്ളത് നമ്മുടെ കാലിൻ്റെ പുറകിലാണ്. മുൻഭാഗത്തൊക്കെ സ്കിന്നിൻ്റെ അടിയിൽ ബോണിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കോയിൽ ചെയ്ത് വളഞ്ഞ് പൊളഞ്ഞ് ഉണ്ടാവുന്ന അസുഖമാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള വെയിൻ്റെ അസുഖം, സൂപ്പർഫിഷ്യൽ വെയിൻ. അതിൽ ഗ്രേറ്റ് സഫീനസ് വെയിൻ, ഷോർട്ട് സഫീനസ് വെയിൻ എന്ന രണ്ട് രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലിൽ ഗ്രേറ്റ് സഫീനസ് വെയിൻ ഈ ഒടിഭാഗത്ത് വന്ന് അത് ഡീപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിൻ്റെ അല്ലെങ്കിൽ ബോണിൽ നിന്ന് മജ്ജയിൽ നിന്നുള്ള രക്തം, ശുദ്ധരക്താണുക്കൾ, അതായത് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കൊണ്ട് പോകുന്ന ഡീപ്പ് വെയിൻസിലേക്ക് ഈ ഒടിഭാഗത്താണ് ജോയിൻ ചെയ്യുക. ഈ മുട്ടിൻ്റെ ഭാഗത്തായിട്ട് ഷോർട്ട് സഫീനസ് വെയിനും ജോയിൻ ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ഇരുകാലി ആയിട്ടുള്ളൊരു ആളാണ്. നമുക്കിപ്പോൾ ഒരു പശുവോ ആനയോ കുതിരയോ എടുക്കുകയാണെങ്കിൽ 4 കാലിലാണ് അവർ നടക്കുന്നത്. ഒരു കാലം മുമ്പോട്ട് വയ്ക്കുമ്പോൾ 3 കാലിലാണ് വെയിറ്റ് ചെന്ന് ചേരുന്നത്. അതേസമയം മനുഷ്യനാണെങ്കിൽ നിമിഷ നേരത്താണെങ്കിൽ തന്നെ നമ്മൾ നടക്കുമ്പോൾ, നിൽക്കുമ്പോൾ ഒരു കാലിൽ കൂടുതൽ, 2 കാലിലും കൂടുതൽ പ്രഷർ വരാനും ഈ ഡീപ്പ് വെയിൻസിൽ നിന്നുള്ള രക്തം ആ വാൽവിൻ്റെ പ്രവർത്തനത്തിലുള്ള പ്രശ്നം കൊണ്ട് വെരിക്കോസ് വെയിനായി രൂപാന്തരപ്പെടുന്നതാണ്. ഇത് ലോകത്തെല്ലായിടത്തും കാണുന്ന ഒരു അസുഖമാണ്. 5 പേരെ എടുത്താൽ ഒരാൾക്ക് വരെ വെരിക്കോസ് വെയിൻ ഉണ്ടാവാം. അതിൽ 1/3 തൊട്ട് ഒരു 50% വരെ ആൾക്കാർക്ക് ചികിത്സയും വേണ്ടി വരുന്നതാണ്. ഇതുകൊണ്ട് മെയിനായിട്ടുണ്ടാവുന്നത് കാലിൽ കറുപ്പ് നിറം വരിക, കാലിൽ ചെറിയ തോതിൽ വ്രണങ്ങളുണ്ടാവുക, അതിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവാനും വഴിയുണ്ട്. അത് വെരിക്കോസ് വെയിനിൻ്റെ കഥ. ഇനി ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് സാധാരണയായി നമുക്ക് വീടുകളിലും പ്രവർത്തനരഹിതമായി നമ്മൾ നടക്കുകയും ജോലി ചെയ്യും വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നത് അപൂർവമാണ്. അതേസമയം ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ്സ് എ ഡിസീസ് ഓഫ് ദ ഹോസ്പിറ്റലൈസ്ഡ്. ഹോസ്പിറ്റലൈസ് ചെയ്ത ഒരാൾക്ക് വരുന്നതാണ്. അതിന് കാരണം ഒന്ന്, ആസ്പത്രിയിൽ പൂർണ്ണമായി റെസ്റ്റ് പറയുക, ഓപ്പറേഷൻ കഴിഞ്ഞ് അവർക്ക് 1-2 ദിവസത്തെ കൂടുതൽ വെൻറ്റിലേഷൻ, ആർട്ടിഫിഷ്യൽ ബ്രീതിങ് വേണ്ടി വരിക, ക്യാൻസർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പ്രൊലോങ്ഡ് ഓപ്പറേഷൻ, ഒരു 6-8 മണിക്കൂർ എടുത്തു വരുന്ന ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ. പിന്നെ അപൂർവം ചിലർക്ക് രക്തത്തിൽ ഡിഫക്റ്റുമുണ്ട്. ചില പ്രോട്ടീൻ C, പിന്നെ ഫാക്ടർ ലൈഡൻ, ഹോമോസിസ്റ്റൻ, അങ്ങനെ പല ഫാക്ടേഴ്സിൻ്റെ കുറവും കൂടുതലുമുണ്ട്. അശുദ്ധ രക്തക്കുഴലിൽ കട്ടിപിടിച്ച് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാവാം. ഇത് ഇതുകൊണ്ടാണ് സാധാരണ ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസിനുള്ള അസുഖമാണെന്ന് പറയുന്നത്. ഈ കാലിൽ നമ്മുടെ ഈ കാഫ് മസിൽ എന്ന് പറഞ്ഞ ഈ മുട്ടിൻ്റെ താഴെ ഭാഗത്ത് ബാക്കിലായിട്ട് കാണുന്ന ആ കാഫ് മസിലിലാണ് കൂടുതലും വെയിൻസിൽ ക്ലോട്ട് ആരംഭിക്കുക. അത് പിന്നീട് ഡീപ്പർ വെയിൻസ്, പോപ്ലിറ്റൽ വെയിൻ, തൈ വെയിൻ, പിന്നെ അത് വയറ്റിനകത്തേക്ക്. മെയിനായിട്ടുള്ള അതിൻ്റെ ഉപദ്രവം എന്താണെന്ന് വെച്ചാൽ കാലിന് നീരുണ്ടാവാം, കാലിൽ മസിലിന് കഴപ്പുണ്ടാവാം, വേദനയുണ്ടാവാം. അതിൽ കൂടുതൽ ഈ അശുദ്ധരക്തം ഹൃദയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലത്തെ രക്തക്കട്ട ഹൃദയത്തിലേക്കും തദ്വാര പൾമണറി ആർട്ടറി, ലങ്സിലേക്ക് പോകുന്ന രക്തക്കുഴലിന് തടസ്സമുണ്ടായാൽ അത് വളരെ ഒരു അപകടം പിടിച്ച പ്രശ്നമാണ്. അത്
വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ട്രീറ്റ്മെൻറ്റാണ് അതിന് വേണ്ടി വരിക. അത് ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യും, അംബ്രല്ല IVC ഫിൽറ്റർ, അതായത് അത് കാലിൽ നിന്ന് IVC വിട്ടു പോകാതിരിക്കാനായിട്ട്. പക്ഷേ പലപ്പോഴും ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് DVT വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, വിശേഷ്യ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാർ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ എന്ന് വെച്ചാൽ ഈ വെൻറ്റിലേഷനും കിടപ്പ് അവസ്ഥ ഏറ്റവും കുറയ്ക്കുക, കാലിൽ ഇൻ്റർമിറ്റൻറ്റ് ന്യൂമാറ്റിക് കംപ്രഷൻ ആണോ അല്ലെങ്കിൽ സ്റ്റോക്കിങ്സോ ഇടുക. പിന്നെ ഹീമോഗ്ലോബിൻ ബ്ലഡിൽ അത് വളരെ തിക്കായിട്ടുണ്ടെങ്കിൽ അതൊരു 10, 11 അല്ലെങ്കിൽ 12 ഗ്രാംസ് പെർ 100 cc ആക്കി ഉപയോഗിക്കുക. എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിന് കൈകാലുകൾ എക്സസൈസിങ്ങും ഫിസിയോതെറപ്പിയും കൊടുക്കുക. ഇത് കൂടാതെ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നത് ലോ മോളിക്കുലർ വെയ്റ്റ് ഹെപ്പറിൻ എന്നൊരു, ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് എ സ്ട്രോങ് ബ്ലഡ് തിന്നർ. അത് ഒരു കൃത്യമായ ഡോസിൽ കൊടുക്കും. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു 95% ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസും തന്മൂലം ഉണ്ടാകുന്ന ഈ രക്തക്കട്ട ഹാർട്ടിലേക്കും പിന്നെ ശ്വാസകോശത്തിലും പോയി അപകടം ഉണ്ടാകുന്നതും ആ രോഗാവസ്ഥ നമുക്ക് ഒരളവ് വരെ നമുക്ക് മോർ ദാൻ 90% തടസ്സപ്പെടാൻ പറ്റും. അതുകൊണ്ട് അശുദ്ധ രക്തക്കുഴലിൻ്റെ അസുഖങ്ങൾ മെയിനായിട്ടുള്ളത് ഈ വെരിക്കോസ് വെയിനും ഡീപ്പ് വെയിൻ ത്രോംബോസിസുമാണ്. ഒന്ന് വലിയ ഉപദ്രവം ചെയ്യുന്നതല്ല, പക്ഷേ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് തീർച്ചയായും ഉപദ്രവകാരി തന്നെയാണ്. ഈ 2 അസുഖങ്ങളാണ് അശുദ്ധ രക്തക്കുഴലിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖങ്ങൾ. നമസ്കാരം.